കാരുണ്യവാന് സർവശക്തനുമായ ദൈവമേ, മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ, വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ. അതാ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ, ഗ്രഹിക്കുവാൻ, പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. ബൈബിൾ പഠന പരമ്പരയിൽ ഇന്ന് 1-ാം ദിനവൃത്താന്ത പുസ്തകമാണ് നാം ചിന്തിക്കുന്നത്. ശമൂവേലിന്റെ 2-ാം പുസ്തകം മുതൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം വരെ വിവരിച്ചിട്ടുള്ള യഹൂദ ചരിത്രത്തിന്റെ തന്നെ വ്യത്യസ്തമായ വീക്ഷണത്തോടെയുള്ള ഒരു പുനരാവിഷ്കരണമാണ് ദിനവൃത്താന്ത പുസ്തകം. കേവലം ഒരു ആവർത്തനമായി നമുക്കിത് കാണാൻ കഴിയുകയില്ല. ഇസ്രായേലിൻ്റെ ചരിത്രത്തിന് ദൈവം നൽകിയ ഒരു വ്യാഖ്യാനമെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ശമൂവേൽ 2-ാം പുസ്തകവും 1-ഉം 2-ഉം രാജാക്കന്മാർ മുഴുവൻ ഇസ്രായേൽ ജനതയുടെയും ഒരു രാഷ്ട്രീയ ചരിത്രമായി തീരുമ്പോൾ, ദാവീദിൽ നിന്ന് ഉത്ഭവിച്ച യഹൂദ രാജവംശത്തിൻ്റെ മാത്രം മതപരമായ ഒരു ചരിത്രമായിട്ടാണ് ദിനവൃത്താന്ത പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് അനുമാനിക്കാം. ശമൂവേൽ, രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങളെ പോലെ 1 ദിനവൃത്താന്ത പുസ്തകവും എബ്രായ ഭാഷയിൽ ഒരു പുസ്തകമായി രചിക്കപ്പെടുകയും ഗ്രീക്ക് സെപ്റ്റുവജന്റ് വിവർത്തനത്തോടുകൂടി 2ആയി വിഭജിക്കപ്പെടുകയുമാണ് ചെയ്തത്. ഇതിലെ 1-ാം പുസ്തകത്തിൽ ദാവീദിന്റെ ജീവചരിത്രവും 2-ാമത്തേതിൽ ദാവീദിൽ നിന്ന് ഉത്ഭവിച്ച യഹൂദ രാജവംശത്തിൻ്റെ ചരിത്രവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദാവീദിന്റെ വംശാവലി വിവരണത്തോടെ 1-ാം പുസ്തകം ആരംഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നീതിനിഷ്ഠമായ ഭരണത്തിൻ്റെ ആത്മീയമായ അർത്ഥവ്യാപ്തിയെ വെളിപ്പെടുത്തിക്കൊണ്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഗ്രന്ഥത്തിന് നൽകിയിരിക്കുന്ന ഡിബറെ ഹയ്യാമീം എന്ന എബ്രായ ശീർഷകത്തിന് പ്രതിദിന സംഭവങ്ങൾ എന്താണ് അർത്ഥം കൽപ്പിക്കുന്നത്? ദിനവൃത്താന്തം എന്ന മലയാള പദം ഈ പുസ്തകത്തിന് ഏറെ അർത്ഥം നൽകുന്നു. 1 ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ എസ്ര പുരോഹിതനാണെന്നാണ് യഹൂദ പാരമ്പര്യം. ദൈവാലയം, പുരോഹിത വൃന്ദം, ദാവീദ് രാജവംശത്തിൻ്റെ ദൈവിക അടിസ്ഥാനം എന്നിവയ്ക്ക് ഇതിൽ പരമപ്രധാനമായ ഊന്നൽ നൽകിയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിലെ ഭാഷാ ശൈലി എസ്രായുടെ പുസ്തകത്തിലേതുപോലെ തന്നെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് എസ്ര പുരോഹിതനാണ് ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് ന്യായമായും നമുക്ക് ചിന്തിക്കാം. ഒരേ ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ എന്ന പോലെ 2 ദിനവൃത്താന്തത്തിലെ സമാപന വാക്യങ്ങൾ, അതായത് 36-ാമത്തെ അധ്യായത്തിലെ 22-23 വചനങ്ങൾ അല്പമാത്രമായ വ്യത്യാസത്തോടെ തന്നെ എസ്രായുടെ ആരംഭഭാഗത്തും ആവർത്തിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എസ്ര മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ഒരു ശാസ്ത്രിയായിരുന്നു.
നെഹമ്യാവിന് ധാരാളം പുസ്തകങ്ങളും ചരിത്രരേഖകളും അടങ്ങിയ ഒരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ രചനയിൽ എസ്രായിക്ക് ഏറെ പ്രയോജനകരമായി തീർന്നിട്ടുണ്ടെന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ പുസ്തകങ്ങളെയും രേഖകളെയും കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ പലയിടത്തും പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പരിശുദ്ധാത്മ സഹായത്തോടെ ഇത്തരം ചരിത്രരേഖകൾ സമാഹരിച്ച് ഗ്രന്ഥരചന നടത്തിയ ഒരാളാണ് ദിനവൃത്താന്തത്തിൻ്റെ കർത്താവായ എസ്രാ പുരോഹിതനെന്ന് നമുക്ക് അനുമാനിക്കാം. 1 മുതൽ 9 വരെ അധ്യായങ്ങളിൽ ആദാം മുതൽ ദാവീദ് വരെയുള്ള വംശാവലിയുടെ വിവരണമാണ് നാം കാണുന്നത്. ദാവീദ് സംയുക്ത ഇസ്രായേൽ രാജ്യം ഭരിച്ച 33 വർഷത്തെ, അതായത് കാലയളവ് പറയുകയാണെങ്കിൽ ഏകദേശം BC 1003 മുതൽ 970 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലെ ചരിത്രമാണ് 10 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിലെ പ്രതിപാദ്യ വിഷയം. ഏതാണ്ട് BC 500 വരെയും വ്യാപിക്കുന്ന വംശാവലിയുടെ രേഖകൾ ഇതിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പ്രവാസത്തിന് ശേഷം ജീവിച്ച സെരുബാബേലിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ 2 പൗത്രന്മാരെ പറ്റിയും ഈ പുസ്തകത്തിൽ നാം പരാമർശിച്ച് കാണുന്നുണ്ട്. പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ യഹൂദ ജനതയുടെ പ്രചോദനത്തിനു വേണ്ടി ഏകദേശം BC 458 430 ഇടയ്ക്ക് എസ്രാ ഈ പുസ്തകം രചിച്ചു എന്ന് അനുമാനിക്കുന്നു. BC 458 എസ്രാ യഹൂദന്മാരുടെ സമൂഹവുമായി യെരുശലേമിൽ വരികയും അവരുടെ ആത്മീയ നേതാവായി പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ദൈവത്തോട് ഉടമ്പടി ചെയ്ത ഒരു ജനസമൂഹമായി പ്രവാസത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ യഹൂദർ നിലനിൽക്കുവാൻ അവർക്ക് ആത്മീയമായ പ്രചോദനം നൽകുക എന്നതായിരുന്നു വാസ്തവത്തിൽ ഈ ഗ്രന്ഥരചനയുടെ ഉദ്ദേശമായി ചൂണ്ടിക്കാണിക്കുന്നത്. യേശുക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ആദർശ വ്യക്തിയായിരുന്നു ദാവീദ്. ഇതിനെപ്പറ്റി ശമൂവേലിൻ്റെ 1-2 പുസ്തകങ്ങളുടെ ആമുഖത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ കാണുന്നത് തന്നെയാണ്. ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ കാണുന്നത് തന്നെ 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെ വാക്യങ്ങളിലും നാം കാണുന്നുണ്ട്. ദാവീദിൻ്റെ രാജ്യത്വത്തെ താൻ സ്ഥിരമാക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം ശലോമോനിൽ ഭാഗികമായി നിറവേറ്റപ്പെടുന്നതായി നാം കാണുന്നു. എങ്കിലും അതിൻ്റെ സമ്പൂർണമായ നിറവേറൽ ഭൂമിയിൽ വന്നവനും ഇനി വരുവാനിരിക്കുന്നവനുമായ മശിഹായിൽ മാത്രമാണ് സംഭവിക്കുക എന്ന് നാം അറിഞ്ഞിരിക്കണം. ദാവീദ് യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനാകിയാലും അദ്ദേഹത്തിൻ്റെ പുത്രനായ ശലോമോൻ ദൈവാലയം പണിതതിനാലും മശിഹ ദാവീദ് ഗോത്രത്തിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതിനാലുമാണ് 1 ദിനവൃത്താന്തത്തിലെ വംശാവലി വിവരണത്തിൽ യഹൂദ ഗോത്രത്തിന് പ്രഥമസ്ഥാനം നൽകിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദിനവൃത്താന്തം എബ്രായ ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ്. അതുകൊണ്ട് 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്ന വിശദമായ വംശാവലി വിവരണം പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകത്തിലുള്ള യേശുക്രിസ്തുവിൻ്റെ വംശാവലിക്ക് ഒരു പ്രചോദനമായി തീർന്നിരിക്കാം എന്ന് പൊതുവെ പണ്ഡിതന്മാർ അനുമാനിക്കുന്നു. യഹോവയായ ദൈവം സകലത്തെയും ഭരിക്കുന്നു എന്നതാണ് 1-ാം ദിനവൃത്താന്ത പുസ്തകത്തിലെ മർമ്മപ്രധാനമായ ആശയമായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. പുസ്തകത്തിലെ 17-ാം അധ്യായത്തിന് തന്നെയാണ് മർമ്മപ്രധാനമായ സ്ഥാനം ഉള്ളത്. ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയാണ് ദിനവൃത്താന്ത പുസ്തകം 1
ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെയും മറ്റെല്ലാ തിരുവചന ഭാഗങ്ങളുടെയും കേന്ദ്രസ്ഥാനം ദാവീദിൻ്റെ വാഗ്ദത്ത സന്തതിയെ, അതായത് യേശുക്രിസ്തുവിനെ തൻ്റെ ആലയത്തിലും തൻ്റെ രാജ്യത്വത്തിലും എന്നേക്കും ദൈവം നിലനിർത്തുമെന്നുള്ള വാഗ്ദാനം ഈ ഭാഗത്താണ് നാം കാണുന്നത്. ബാബേൽ പ്രവാസത്തിൽ നിന്ന് തിരിച്ച് വരുന്നത് വരെയുള്ള ഇസ്രായേലിൻ്റെ മുഴുവൻ ചരിത്രത്തിൻ്റെ ഒരു പുനരവലോകനമാണ് ദിനവൃത്താന്ത പുസ്തകം. ഇസ്രായേലിലെ ശേഷിപ്പായി മടങ്ങിയെത്തിയ ദൈവജനത്തിന് തങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു ദൈവീക വീക്ഷണം നൽകുവാനാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത്. ഇതിലെ ഒന്നാം പുസ്തകം മുഴുവനും ശമൂവേലിൻ്റെ രണ്ടാം പുസ്തകം പോലെ ദാവീദിൻ്റെ ജീവചരിത്രം വിവരിക്കുവാൻ വിനിയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ദൈവം നമ്മെല്ലാവരെയും തൻ്റെ അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. നീയൊരു നാളും പതറുകയില്ല. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. നീയൊരു നാളും പതറുകയില്ല. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ.